ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കാവശ്ശേരി കഴിഞ്ഞ ദിവസം നടന്ന കാവശ്ശേരി വെടിക്കെട്ടിൻ്റെതാണ് കേട്ടോ. നെന്മാറ വേല പോലെ തന്നെ പാലക്കാടിൻ്റെ മണ്ണിൽ ധാരാളം വേലകളും ഇതുപോലെയുള്ള വെടിക്കെട്ടുകളും ഒക്കെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നെന്മാറ വെടിക്കെട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയുള്ളതാണ് കാവശ്ശേരിയിലുള്ള ഈ വെടിക്കെട്ടും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഗ്രൗണ്ടിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ വെടിക്കെട്ടൊക്കെ നടക്കുന്നത്. ഇത് രണ്ടാമത്തെ വെടിക്കെട്ട് നടക്കുന്ന ഗ്രൗണ്ടാണ്. ആളുകൾ ഇപ്പോൾ തന്നെ അവിടെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. നല്ല വെയിലാണ് കേട്ടോ, 40 ഡിഗ്രി. പാലക്കാടിൻ്റെ ആ ഒരു പൊള്ളുന്ന വെയിലിലാണ് ഞങ്ങൾ വെടിക്കെട്ട് കാണാനായിട്ട് അവിടെ ഇങ്ങനെ കാത്തു നിന്നത്. ഒരു മരങ്ങൾ പോലും ആ പരിസരത്ത് അധികം ഇല്ല, വളരെ ചുരുക്കം 1-2 മരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിയിലാണെങ്കിൽ ഒരുപാട് ആളുകൾ കയറി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ വെടിക്കെട്ട് നടക്കുന്നത് ഈ ഭാഗത്തല്ല കേട്ടോ, തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ആദ്യത്തെ വെടിക്കെട്ട് നടക്കുന്നത്. ഈ റോഡ് കണ്ടില്ലേ, ഈ റോഡിൻ്റെ അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലുമായിട്ടാണ് പ്രധാന വെടിക്കെട്ടുകൾ 2 നടക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 12 മണിക്ക് ആദ്യത്തെ വെടിക്കെട്ട് സമയം പറഞ്ഞിരുന്നെങ്കിലും ഒരു 12:30 ആയപ്പോഴത്തേക്കൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ ആദ്യത്തെ വെടിക്കെട്ട് നടന്ന ഗ്രൗണ്ടാണത് ഈ കാണുന്നത്. ആളുകൾ ഇതിപ്പോൾ നിറച്ചായിട്ടില്ല, കുറച്ചും കൂടി ആളുകൾ വരാണ്ട്. ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ, ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നതല്ല കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വയ്ക്കോല് മൂടി വെച്ചിരിക്കുന്നതെന്ന് തോന്നും. ആളുകൾ ചൂട് കാരണം ആ ഷീറ്റ് കൊണ്ടുവന്നിട്ട് ഷീറ്റിൻ്റെ അടിയിൽ കയറിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വെടിക്കെട്ട് എന്ന് പറയുന്നത് 12:30 ആയപ്പോഴത്തേക്കും ഫസ്റ്റ് വെടിക്കെട്ട് തുടങ്ങി. ശരിക്കും പകല് ഈ വെടിക്കെട്ട്, പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ ആദ്യം കാണിച്ചില്ലേ അപ്പുറത്തെ സൈഡിലുള്ള വെടിക്കെട്ട്, അങ്ങനെ അതാണ് ഇച്ചിരി വലിപ്പം, എന്താ പറയുക, വലിയ വെടിക്കെട്ടായിട്ട് ഉണ്ടായിരുന്നത്. ഇതിനേക്കാൾ സ്വല്പം കൂടി കൂടിയ ഒരു വെടിക്കെട്ടായിരുന്നു അത് കൂടാണ്ട് പിന്നെ 4 മണിക്ക് ഒരു വെടിക്കെട്ടുണ്ടായിരുന്നു, രാത്രി 7:30 ഒരു വെടിക്കെട്ടുണ്ടായിരുന്നു. രാത്രി 7:30 വെടിക്കെട്ടാണ് ഏറ്റവും ടോപ്പായിട്ട് നിന്നത് കേട്ടോ. അത് പക്ഷേ ഞങ്ങൾ കാണാൻ നിന്നില്ല, ഈ 3 വെടിക്കെട്ട് കണ്ടിട്ട് പോന്നു. പിന്നെ രാത്രി 7:30 കൂടാതെ പിന്നെ 12 മണിക്ക് പിന്നെ 3 മണിക്കൊക്കെ വെടിക്കെട്ടുണ്ട്. അപ്പം ലക്ഷക്കണക്കിന്, അത് നല്ല ലക്ഷക്കണക്കിന് പറയാൻ പറ്റില്ല, കോടിക്കണക്കിന് രൂപയാണ് കേട്ടോ അവിടെയൊക്കെ പൊടിയുന്നത്. ശരിക്കും പാലക്കാടിൻ്റെ ഒരു വികാരം തന്നെയാണ് ഈ ഒരു വേലയും ഒരു കുറേ ക്ഷേത്രങ്ങൾ ചേർന്ന, അതായത് നെന്മാറയും വെല്ലങ്കിയും വേലകളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ മറ്റു പല ക്ഷേത്രങ്ങളും ചേർന്നിട്ടുള്ള ഒരു വേലയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഒരുപക്ഷെ നെന്മാറയാണോ മികച്ചു നിൽക്കുന്നത്, കാവശ്ശേരിയാണോ മികച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. കാരണം രണ്ടും ഒന്നിനൊന്ന് മെച്ചാണ്, അത്ര അധികം വെടിക്കെട്ടുകളും ഒക്കെയാണ്. ഇപ്പോൾ ഏതാനും സമയങ്ങൾക്കുള്ളിൽ വെടിക്കെട്ട് ഇവിടെ തുടങ്ങും കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വെടിക്കെട്ടിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് കേട്ടോ. അതാ നിരത്തി ഇങ്ങനെ കണ്ടില്ലേ, ഈ ഭാഗത്തു കൂടിയൊക്കെയാണ് അത് വെടിക്കെട്ട് നടന്നു പോകുന്നത്. ഒരുപാട് അകലത്തിലൊന്നുമല്ല എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിന്ന് ആദ്യത്തെ സൂചന പോലെയുള്ള വെടിക്കെട്ട് തുടങ്ങി. കഥനകളാണ് കേട്ടോ ഈ പൊട്ടുന്നത്. നമ്മൾ ഈ വ്ളോഗിൽ കാവശ്ശേരിയിലെ പകൽ വെടിക്കെട്ട് എല്ലാം തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. 3 വെടിക്കെട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ പകൽ വെടിക്കെട്ട് എന്ന് പറയുന്നത് കാവശ്ശേരിയിൽ മാത്രമേ ഇത്ര ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നെന്മാറയിൽ പകൽ വെടിക്കെട്ട് ഇല്ല, അപ്പോൾ അത്ര പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു കാവശ്ശേരിയിലെ വെടിക്കെട്ടിന്. ഈ പകൽ വെടിക്കെട്ട് എന്നുള്ള ഒരു പ്രത്യേകത കാവശ്ശേരിയിലെ വെടിക്കെട്ടിനുണ്ട് കേട്ടോ. വെടിക്കെട്ട് കാണാത്തവരോട് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള പാലക്കാടുകാരല്ലാത്തവരോട് കൂടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള സാധാരണ മാലപ്പടക്കം പൊട്ടുന്നത് പോലെയുള്ളൊരു ഫീലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെടിക്കെട്ട് കാണുമ്പോൾ തോന്നും. എന്നിരുന്നാൽ തന്നെയും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ചങ്ക് പറഞ്ഞു പോകുന്ന രീതിയിലുള്ള അത്ര ഭയങ്കരമായ ശബ്ദമാണ് കേട്ടോ ഓരോ ഇതിനും.
ആദ്യത്തെ വെടിക്കെട്ട് കഴിഞ്ഞോടുകൂടിയിട്ടുണ്ടല്ലോ അന്തരീക്ഷമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മേഘാവൃതമായി എന്ന് പറയാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പുക അങ്ങോട്ട് നിറഞ്ഞിട്ട് അതുവരെ ഉണ്ടായിരുന്ന പൊരിഞ്ഞ വെയിലിന് ഒരു ശമനം പോലെ എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. കാരണം അത്ര അധികം പുക മുഴുവൻ അന്തരീക്ഷത്തിൽ നിറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ വെടിക്കെട്ടിൻ്റെ സമയത്ത് മുഴുവൻ നിറയെ അതിൻ്റെ ആ ഒരു എന്താ പറയുക പൊട്ടുമ്പോഴുണ്ടാകുന്ന ഈ മറ്റുള്ള വേസ്റ്റുകൾ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ വന്ന് മേത്തേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ആദ്യത്തെ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും ഇനി അടുത്ത വെടിക്കെട്ടിന് വേണ്ടിയിട്ട് അപ്പുറത്തെ ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അത് ഏകദേശം 2 മണി പറഞ്ഞേക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4 മണിയെങ്കിലും ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യത്തെ വെടിക്കെട്ട് ഞാൻ എടുക്കാനുള്ളതിനിടയ്ക്ക് അച്ചുവിനെ മിസ്സിങ് ആയിപ്പോയി. ഇനിയിപ്പോൾ അച്ചുവിയുടെ ബൈക്ക് വെച്ച് അതിനടുത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് വരുമായിരിക്കും. ഇത് രണ്ടാമത്തെ വെടിക്കെട്ട് തുടങ്ങിയിട്ടോ. ആദ്യ വെടിക്കെട്ട് നമുക്ക് കുറച്ച് ഭംഗിയായിട്ട് കാണാൻ പറ്റിയെങ്കിലും രണ്ടാമത്തെ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഈ നിറച്ച ആളുകൾ ഇങ്ങനെ തിങ്ങി വട്ടം നിൽക്കുന്ന ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം ഇതായതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് കാണാനുള്ള ഒരു വരമ്പിൽ കയറി നിന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെയൊക്കെ ആളുകൾ തിങ്ങി നിറഞ്ഞായിരുന്നു. അതുമാത്രമല്ല നമുക്ക് വീഡിയോ എടുക്കാൻ നേരത്ത് കുറച്ച് ബാക്കിലേക്ക് നിന്നാൽ മാത്രമാണ് മൊത്തത്തിലൊരു ഫോക്കസ് ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ അത് രണ്ടാമത്തെ വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇത് ആയിരുന്നു ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ വെടിക്കെട്ട്. പക്ഷേ ഏറ്റവും വലിയ വെടിക്കെട്ട് എന്ന് പറയുന്നത് രാത്രി 7:30 ഉണ്ടായ വെടിക്കെട്ടാണ്.
അപ്പോൾ രണ്ടാമത്തെ വെടിക്കെട്ട് അങ്ങനെ കഴിഞ്ഞു. ആളുകളെല്ലാം ദേ പിരിഞ്ഞു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല, ഇനി അടുത്ത വെടിക്കെട്ട് എന്ന് പറയുന്നത് ഏകദേശം 4 മണിയോട് കൂടിയിട്ട് നമ്മുടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ ആ ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കാണ്. ഈ ഒരു വെടിക്കെട്ടിൻ്റെയൊക്കെ സമയത്ത് മാത്രമാണ് ആ റോഡൊന്ന് ഫ്രീ ആവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി എല്ലാ സമയത്തും അവിടെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. തിരിച്ച് പോരാൻ നേരത്തും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബ്ലോക്ക് കിട്ടി. അപ്പോൾ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ എല്ലാവരും പോകുന്നത്. അമ്പലത്തിനടുത്താണ് അടുത്ത വെടിക്കെട്ട് നടക്കുന്നത്. ആ ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കേട്ടോ എല്ലാവരും. ഇത് നിറയെ ആളുകളാണ്. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കാരണം ഈ പാടശേഖരങ്ങൾ ഇങ്ങനെ പാലക്കാടിൻ്റെ പാടശേഖരങ്ങൾ ഇങ്ങനെ പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെ എന്താ പറയുക വിശാലമായിട്ട് കിടക്കുകയാണല്ലോ അല്ലേ. അതപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഇതുപോലുള്ള വെടിക്കെട്ടുകളും ഒക്കെ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ 2 ഗ്രൗണ്ട് കൂടാതെ വേറെ അപ്പുറത്ത് മറ്റ് ഗ്രൗണ്ടിലൊക്കെ ആയിട്ടാണ് മറ്റ് വെടിക്കെട്ടുകളൊക്കെ ഇങ്ങനെ മാറി മാറിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാവശ്ശേരിയിൽ വെടിക്കെട്ട് കാണാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ള ഒന്ന് എന്ന് പറയുന്നത്, ഇവിടെ പകൽ വെടിക്കെട്ടിന് വന്നാൽ നല്ല വെയിലായിരിക്കും. പാലക്കാടിൻ്റെ ആ ഒരു ചൂട് നിങ്ങൾ എന്താണെന്ന് ശരിക്കും അറിയും. നിങ്ങൾ ആ അവശതയായി പോകും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു അത്രയ്ക്ക് ചൂടിലാണ് നമ്മൾ ആ വെടിക്കെട്ട് നിന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊരു കുടയോ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക വെള്ളം അവിടെ മേടിക്കാൻ കിട്ടും. അതുകൊണ്ട് അത് വലിയ വിഷയമല്ല. പക്ഷേ കുട എന്തെങ്കിലും കരുതുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ. മൂന്നാമത്തെ വെടിക്കെട്ട് നമ്മൾ ഈ ഗ്രൗണ്ടിൽ തന്നെ വെച്ച് ചിത്രീകരിച്ചതാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതിൻ്റെ കലാശക്കൊട്ടും ആദ്യവും മാത്രമേ ഞാൻ അധികം ചിത്രീകരിച്ചുള്ളൂ. അപ്പോൾ അത് ആ വെടിക്കെട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് നമ്മളെ ഫോളോ ചെയ്യാനും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ.